സ്പെഷ്യൽ മംഗലം റൗണ്ടിൽ നിങ്ങൾക്ക് മുൻപിൽ പാടാനെത്തുന്നു ഫാത്തിമ ഫിദ. ബീവി മംഗല മഹിമകൾ ആകെയോതി ഇന്ന് മാനിമ്പക്കനിയാളുടെ മഹിമകൾ ഇന്ന് പാടി തങ്കമാക്കതിറപ്പിൻ വിധിയതിൽ ഒത്തുകൂടി എങ്കും തഞ്ചിടെ ഹദീജ ബിതോടികൾ ഇന്ന് തേടിടും ജന്നാത്തിലും ഹൂറികൾ ആടിയാടി ഇന്നാൾ തീർത്തിടും പല ജഗമിൽ ബഹുമപ്പുകൾ
കുട്ടി നന്നായിട്ട് പാടി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ശരിക്കും കണ്ടാലും പാട്ട് കേട്ട് ഇങ്ങനെ നിന്നപ്പോഴും ഒരു മംഗലം നടക്കുന്ന വീട്ടിൽ തലേദിവസം പോയാൽ എങ്ങനെ ഇരിക്കും അതുപോലെ തോന്നി. എനിക്ക് നല്ല ഇഷ്ടമായി. നല്ലോണം ചിരിച്ച് ഇത്രയും ത്രൂ ഔട്ട് എന്താ പറയുക, നല്ല ശ്വാസം വിടാൻ പറ്റാത്ത രീതിയിലുള്ളൊരു പാട്ടായിരുന്നു അല്ലേ? പക്ഷേ അത് ത്രൂ ഔട്ട് മോള് നല്ല ഒരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. കൂടാണ്ട് ഇവർ നല്ലോണം സപ്പോർട്ട് ചെയ്തു അല്ലേ? താങ്ക്സ് പറയണ്ട അവരുടെ അടുത്ത്. താങ്ക് യു. ഓക്കെ, താങ്ക് യു ഗിബിയ, ഐഷ ആൻഡ് റിയാന. താങ്ക് യു സോ മച്ച്. ഓക്കെ, എനിക്കൊരുപാട് ഇഷ്ടമായി പെർഫോമൻസ്. എന്ത് തോന്നി പാടിയിട്ട് ഫാത്തിമയ്ക്ക്? കുഴപ്പമില്ലാണ്ട് പാടി, വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റി അല്ലേ? ഓക്കെ, ഇതാരാ ഈ കോസ്റ്റ്യൂമൊക്കെ സെലക്ട് ചെയ്തതെന്ന്? ഉമ്മയാണല്ലേ? ഉമ്മയ്ക്കൊരു താങ്ക്സ് കൊടുക്കട്ടെ. ഓക്കെ, നല്ല സൂപ്പർ ഡ്രസ്സാണ്. ഇനി നമുക്ക് പാട്ടിൻ്റെ ഡീറ്റെയിൽസ് അറിയോ? അറിയാം. ഇത് എഴുതിയത് മൊയ്തു വാണിമേൽ, ഹസൻ നെടിയനാട്. ഓക്കെ, പിന്നെ ഇതെന്നെ പഠിപ്പിച്ചത് അബ്ദുള്ള സാറാണ്. ഓക്കെ, ഇത്രയും നമുക്കറിയാം അല്ലേ? ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഫൈസൽ സാറിനോട് ചോദിക്കാം. ഫൈസൽ സാർ, പറഞ്ഞത് മൊയ്തു വാണിമേലും ഹസൻ നെടിയനാട്. ഇത് പിന്നെ 10 മിനിറ്റ് നേരത്തേക്കുള്ള നമ്മുടെ ഓർക്കസ്ട്ര ഇല്ലാതെ ഒപ്പന കൃത്യം 10 മിനിറ്റാണ്. അതിനുള്ളൊരു പാട്ടാണത്. അത് ഈ ട്രഡീഷണൽ ശൈലിയിലുള്ള മാപ്പിളപ്പാട്ടിൻ്റെ കുറേ ഈണങ്ങൾ കോർത്തിണക്കി ഒരു പാട്ടാണ് അത്. ഹസൻ നെടിയനാട് അത്തരം പാട്ടിൽ എഴുതാൻ വളരെ വിദഗ്ധനായ ആളാണ്. കുന്നത്ത് മൊയ്തു മാഷ്, വാണിമേൽ, ഇവർ രണ്ടുപേരും, ഇവരൊക്കെയാണ് OM കരുവാരക്കുണ്ട്, ഇവരൊക്കെയാണ് ട്രഡീഷണൽ ശൈലിയിലുള്ള പാട്ടുകൾ എഴുതുന്ന കാര്യത്തിൽ വളരെ വിദഗ്ധരാണ്. ഇപ്പോൾ ഇത് നബി തിരുമേനിയുടെ വിവാഹമാണ്, ഖദീജ ബീവിയുമായി. അതോടൊപ്പം തന്നെ ഇതിൽ സ്വർഗത്തിലെ കല്യാണം, നബി സ്വർഗത്തിൽ വെച്ച് കഴിക്കുമെന്ന് പറയുന്ന കല്യാണം, സ്വർഗ കല്യാണം അത് പറയുന്നുണ്ട്. അതൊക്കെ വളരെ കൃത്യമായിട്ട് അതിൻ്റെ പിന്നെ കല്യാണത്തിൻ്റെ പൊലിവുകൾ, ആർഭാടങ്ങൾ എല്ലാം ഇതിൽ പറയുന്നുണ്ട്. ഇപ്പം നബി പിന്നെ ആനപ്പുറത്ത് വരുന്ന, അതാണ് ഗജപ്പുറം എന്ന് പറയുന്നുണ്ട് ഒരു പാട്ടിൽ. എല്ലാം കൃത്യമായിട്ട് ഈ പാട്ടിൽ പറയുന്നുണ്ട്. ഏതായാലും മോള് നല്ലൊരു എഫേർട്ടാണ്. കാരണം ഇത് ഓർക്കസ്ട്രയിൽ പാടുക എന്നുള്ളൊരു തരത്തിലേക്ക് ഈ പാട്ടിനെ കൊണ്ടുവന്നു. ഓർക്കസ്ട്ര ഇല്ലാതെ ഇതിങ്ങനെ പാടി നമുക്ക് അത്ര ഫീൽ ചെയ്യില്ല. പക്ഷെ വിത്ത് ഓർക്കസ്ട്ര നമ്മളതിങ്ങനെ ചെയ്ത് അതിൻ്റെ ഒരു ഗ്യാപ്പ് കൊടുത്തപ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗിയായി എന്നുള്ളതാണ്. അതിന് പിന്നെ ആ ഒരു കല്യാണത്തിൻ്റെ മൂഡൊക്കെ മോൾക്കുണ്ടായിരുന്നു പാടുമ്പോൾ, നല്ല ഫീലായിരുന്നു പാടുമ്പോൾ. ഏതായാലും ഈ ട്രഡീഷണൽ ഒപ്പന തന്നെ വന്നാലും പ്രശ്നമാണ്. അപ്പോൾ അതിൻ്റെ ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ സാധാരണ കല്യാണ പാട്ടുകൾ, ഈ ട്രഡീഷണൽ ഒപ്പനയുടെ റൗണ്ട് എന്നുള്ള തരത്തിലല്ല ഇതിനെ കണ്ടത്. കല്യാണപ്പാട്ടുകൾ റൗണ്ടാണ്, മംഗലം, ഇശൽ മംഗലം എന്ന് പറയുന്നത്. അതിൽ ഒരു ട്രഡീഷണൽ ഒപ്പന എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു എന്താ പറയുക പരിചയപ്പെടുത്തലാണ് ശരിക്കും ഇത് അവിടെ നടത്തിയത്. നന്നായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സർ. ഷാൻ സർ. ഫിദക്കുട്ടി, ഞാൻ സമ്മതിച്ചു കേട്ടോ. താങ്ക് യു സർ. ഫിദയുടെ കൂടെ തന്നെ ഞാൻ ഓർക്കസ്ട്ര, നിങ്ങളുടെ പെർഫോമൻസ് ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു. ഞാൻ മാഷോട് ചോദിച്ചു ഇത് എങ്ങനെ സാധിക്കുന്നു. അപ്പോഴാണ് മാഷ് പറഞ്ഞത് 10 മിനിറ്റ് ഉള്ളത് അവൾ 6 മിനിറ്റ് ആക്കിയതാണ്. അപ്പോൾ 10 മിനിറ്റിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്. സ്പീഡ് കൂട്ടിയിട്ടാണോ അതോ വരികൾ കുറച്ച്? വരി കുറച്ചിട്ടല്ലേ? എന്തായാലും ഫിദ ആ ഒരു എനർജി ത്രൂ ഔട്ട് കീപ്പ് ചെയ്തു തുടക്കം തൊട്ട്. സാധാരണ രീതിയിൽ ഈ പിന്നെ നല്ല ബ്രെത്ത് കൺട്രോൾ ഉണ്ടായിരുന്നു ത്രൂ ഔട്ട് അവസാനം വരെ. കാരണം ഇത്രയും ലിറിക്സ് ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ വെക്കണം. എനർജി പോകരുത്, ലിറിക്ക് മറന്നു പോകരുത്, ഫീൽ വേണം, ആ ഒരു ഫെസ്റ്റീവ് മൂഡ് വേണം. എല്ലാം ഇവിടെ മോള് സാറ്റിസ്ഫൈ ചെയ്തു, ഈ എല്ലാ പോയിന്റ്സും. നന്നായിരുന്നു കേട്ടോ, വളരെ നന്നായിരുന്നു. കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അത് പിന്നെ 10 മിനിറ്റ് 6 മിനിറ്റ് ആക്കിയാൽ കോൺഫിഡൻസ് കൂടുകയല്ലേ ഉള്ളൂ. എന്തായാലും കോൺഫിഡൻസ് ഉണ്ട്. ഭയങ്കര ചിയർഫുൾ ആയിരുന്നു. പിന്നെ ബ്രെത്ത് കൺട്രോൾ, എനർജി ത്രൂ ഔട്ട്. വെരി ഗുഡ്, വെരി വെരി ഗുഡ്. താങ്ക് യു സർ. താങ്ക് യു ഷാൻ സർ. രഹന ചേച്ചി. ഫിദക്കുട്ടി നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു. എനിക്ക് ഒരു ഒപ്പനയ്ക്ക് സാധാരണ ഒരു 6 പേര്, ഒരു മണവാട്ടി അങ്ങനെയൊക്കെ ഉണ്ടാകും. പക്ഷെ മോളത് പാട്ടിലൂടെ തന്നെ അത് നമുക്ക് വിഷ്വൽ കാണിച്ചു തന്നു കേട്ടോ. ശരിക്കൊരു
എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പാട്ട് അത്രയും മനോഹരമായിരുന്നു. കാരണം ഇവിടെ ഒരു വിഷ്വൽ കൊടുക്കാതെ പാട്ടിലൂടെ നമുക്കതൊരു ഇങ്ങോട്ടൊരു ഇമ്പാക്റ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. അത് ശരിക്ക് തുടക്കം മുതൽ അവസാനം വരെ ആ എനർജി കളയാണ്ട് നന്നായിട്ട് പാടി. പിന്നെ മോൾക്ക് ആ കോറസ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. പിന്നെ ഇതിൽ ഒരുപാട് ചേഞ്ച് വരുന്ന സ്ഥലങ്ങളുണ്ട്. അതൊന്നൊരു ശ്രുതിയൊന്നും അങ്ങനെ അങ്ങ് പോകുന്ന മോൾ അത് ശരിക്കും അത് നല്ല എഫേർട്ട് തന്നെയാണ് മോളെ എടുത്തത് കേട്ടോ. നന്നായിട്ട് പാടി. താങ്ക് യു. താങ്ക് യു രഹന ചേച്ചി. അഷ്റഫ് സർ? ഒന്നും പറയാനില്ല. കാരണം വെച്ചാൽ എന്താ പറയേണ്ടത് പിടുത്തമില്ല. മാഷും പറഞ്ഞ് രഹനിയും പറഞ്ഞ് മൂപ്പരും പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഒന്നും പറയാം, സ്റ്റേജ് തകർത്താടി എന്ന് പറയാം. താങ്ക് യു സർ. ഒരു 1.5 പാട്ട് നമ്മുടെ കാസർഗോഡുകാർ പറയല്ലോ 1.5 പാട്ടാണ്. അതുപോലെ ഒരു 1.5 പാട്ട്. അത് കൂടെ നമ്മുടെ ഓർക്കസ്ട്രേഷൻ കൂടി വന്നപ്പോൾ ആ കോഴിക്കോടെ മസാലയും കൂടി ചേർന്നപ്പോൾ അത്യുഗ്രൻ. അതുപോലെ കോറസ് പാടിയ കുട്ടികളും ഒക്കെ നന്നായിട്ടുണ്ട്. മോളും അത് മാത്രമല്ല, ഈ രഹന പറഞ്ഞ പോലെ ഒരുപാട് സ്ഥലങ്ങളിൽ ചേഞ്ച് ആവുന്നില്ലേ, ആ സ്ഥലങ്ങളിലൊന്നും ഒരു സംശയം എന്ന് പറഞ്ഞ സാധനം ഇല്ല. അതാണ് ശരി, അതന്നെ ശരി. ശരി, ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു സർ. എന്ത് തോന്നുന്നു? സന്തോഷമുണ്ട്. സന്തോഷം തോന്നുന്നുണ്ട്. ചെയ്ത എഫേർട്ടിനൊക്കെ നല്ല കമൻസ് ഒക്കെ കേട്ടു. ഇനി നമുക്ക് ആ സന്തോഷത്തിൽ തന്നെ മാർക്ക് ചോദിച്ചു നോക്കാം. ആദ്യം ഫൈസൽ സാറിൻ്റെ അടുത്ത് ചോദിക്കാം അല്ലേ? ഫൈസൽ സർ? ഞാൻ 27 മാർക്ക്. താങ്ക് യു സർ. ഷാൻ സർ? മാർക്ക് തന്നല്ലേ പറ്റൂ, ഇംപ്രസ് ചെയ്തല്ലോ. 27. 30-ൽ 27 മാർക്ക് ഷാൻ സാർ തന്നു. ഇനി രഹന ചേച്ചി? അപ്പം ഇതുപോലെ തന്നെ മുന്നോട്ട് പോവുക. 27. 30-ൽ 27 മാർക്ക്. അഷ്റഫ് ക 10-ൽ എത്ര മാർക്കാണ് ഫിദയ്ക്ക് കൊടുക്കുന്നത്? 10-ൽ 9 മാർക്ക്. 10-ൽ 9 മാർക്ക്. ഓ, താങ്ക് യു. അപ്പോൾ ടോട്ടൽ മാർക്സ് 100-ൽ 90 മാർക്സ് അല്ലേ? 10 മാർക്കേ പോയിട്ടുള്ളൂ എല്ലാം കൂട്ടി അല്ലേ? കൺഗ്രാറ്റ്സ്. താങ്ക് യു ചേച്ചി. ഒരു സന്തോഷം ഒന്ന് ആ പെർഫോമൻസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തെ ആ ഒരു ചിരിയും ഇതും അതിപ്പോൾ ഇല്ലല്ലോ. 90 മാർക്ക് കിട്ടിയെന്ന് പറയുമ്പം സന്തോഷമുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നെക്സ്റ്റ് പെർഫോമൻസിലും കീപ് ഇറ്റ് അപ്പ്. ഓക്കെ, താങ്ക് യു ചേച്ചി. ഓൾ ദി ബെസ്റ്റ്.